ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാമയാണെങ്കിൽ വെപ്രാളപ്പെട്ട് നേരെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ രക്ഷപ്പെട്ടു. എൻ്റെ ദൈവമേ, ഇവിടെ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി വിളി കേൾക്കുന്നില്ല. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാമയ്ക്ക് ശരിക്കും പേടിയായി. ഭാമ ചുറ്റുപാട് നോക്കിയാണ്. ശ്രുതി എവിടെ പോയി? ദൈവമേ, അവളിനി പുറത്തേക്ക് ഇറങ്ങിപ്പോയോ? അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരു വഴിയില്ലല്ലോ. ഞാനാണെങ്കിൽ അടുക്കള വാതിലും ഫ്രണ്ടിലെ വാതിലും ഒക്കെ നന്നായിട്ട് പൂട്ടിയിട്ടല്ലേ പോയത്. പിന്നെ എങ്ങനെ അവളെങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി? ദൈവമേ, ഇനി വല്ല ആത്മഹത്യയും ചെയ്യാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഓടി ചെല്ലണം. എൻ്റെ മോളെ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ആരാ എന്ന് ചോദിക്കുകയാണ്. ഭാമാൻ്റെ ആയിരുന്നോ? എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിപ്പിച്ചിട്ട് കയറി വരുന്നത്? എനിക്ക് പറ്റാക്ക് വന്ന് ഞാൻ ചത്തുപോയായിരുന്നല്ലോ. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? അത് പിന്നെ മോളെ, അതെ, നിന്നെ ഇത്ര നേരം ഞാൻ വിളിച്ചു, എന്നിട്ടും നീ വിളി കേട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു നീ മേളത്തെ റൂമിൽ കെട്ടിത്തൂങ്ങി ചത്തുവെന്ന്. കെട്ടിത്തൂങ്ങി ചാവാനോ? ഞാൻ എന്തിനാ കെട്ടിത്തൂങ്ങി ചാവുന്നത്? എനിക്കെന്തല്ല ഭ്രാന്താണോ? അല്ല, നീ പറഞ്ഞായിരുന്നില്ലേ ഈ വീട്ടിൽ വന്നിട്ട് നീ കെട്ടിത്തൂങ്ങി ചാവുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു പോയത്. അയ്യോ, അത് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ ചന്ദ്രാൻറ്റി പറയുന്ന കാര്യങ്ങൾ മുഴുവനും എന്നോട് പറഞ്ഞില്ലെങ്കിലാണ് ഞാൻ കെട്ടിത്തൂങ്ങി ചാകാനായിട്ട് പോകുന്നത്. അല്ല, അത് വെറുതെ ഒന്നും ഞാൻ കെട്ടിത്തൂങ്ങി ചാകാനായിട്ട് പോകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കേ. അല്ല, പോയ കാര്യം എന്തായി? ഏലസ് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഏലസൊക്കെ കിട്ടിയേ. ചന്ദ്ര അതും കൊണ്ട് പോയിട്ടുണ്ട്. ആ സാമിയാർ പറഞ്ഞെന്താണെന്നറിയാവോ? സുധിയുടെ കയ്യിലേക്ക് ഈ ഏലസ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും സുധിയും കൂടി തമ്മിൽ വെറുക്കുമെന്ന്. സുധി പിന്നെ നിന്നെ ഈ ജന്മത്തെ അടുപ്പിക്കൂലെന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്നെയും സുധീനെയും കൂടി പിരിക്കാനുള്ള എല്ലാ പരിപാടികളും ചന്ദ്ര ചെയ്തു കൂട്ടുന്നുണ്ട്. ഓഹോ, അപ്പൊ അവരങ്ങനെ ചെയ്യുകയാണല്ലേ? അതേന്നേ. എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. നീ എങ്ങനെയെങ്കിലും നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് നോക്ക്. അല്ലാതെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഞാൻ ഏതായാലും വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ചന്ദ്രയിൽ നമ്മുടെ ഭാമയ്ക്ക് സമാധാനം. എൻ്റെ ദൈവമേ, അവൾ പോയല്ലോ, അത്രയും വലിയ ആശ്വാസം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. അപ്പം രേവതി വിളക്കുകളെല്ലാം തുടച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് സച്ചി വരുന്നത്. അപ്പം സച്ചി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് ഏത് നേരം ജോലി ചെയ്യാനുള്ള സമയമുള്ളോ? എപ്പം നോക്കിയാലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേറൊരു പണിയില്ല രേവതി എന്ന് ചോദിക്കുമ്പോൾ, എന്താ സച്ചിയേട്ടാ? സച്ചിയേട്ടൻ ഇപ്പം എന്താ വന്നത് അത് പറ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇത് കണ്ടോ? എന്താ ഇത്? അതെ, നീ ഒന്ന് പോയി കൈ കഴുകിയിട്ട് വന്നേ. അപ്പം തിന്നാനുള്ള എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ സച്ചിയേട്ടാ, പറ, എന്താന്ന് പറയാൻ? അത് ഞാൻ പറയാം, ഇങ്ങനെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജിലേബി കാണിച്ചു കൊടുക്കണം. അയ്യോ, ജിലേബി? ജിലേബിയാ. നീ വാ തുറന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ സച്ചിയേട്ടാ വേണ്ട, അതവിടെ വെച്ചേക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നീട് കഴിച്ചോളാം. അത് പറ്റില്ല, നീ ഇപ്പം ഈ ജിലേബി കഴിച്ചേ മതിയാവുള്ളൂ. സച്ചിയേട്ടാ, അത് വേണ്ട സച്ചിയേട്ടാ, അത് വല്ലാതെ പ്രശ്നമാവും. വേണ്ട സച്ചിയേട്ടാ. എന്ത് പ്രശ്നം? ഞാൻ നിനക്ക് കുറച്ച് ജിലേബി ഉണ്ടെന്ന് വായിൽ വെച്ച് തന്നു വിചാരിച്ച് എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? അങ്ങനെ ഇവിടെ ഒരു കൂട്ടുകുടുംബമാണല്ലോ, അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും അറിയില്ലേ, അത് മോശക്കേടല്ലേ എന്നൊക്കെയല്ലേ രേവതി നീ പറയാൻ പോകുന്നത്? അത് പിന്നെ സച്ചിയേട്ടാ, അത് തന്നെയാ. എങ്കിലേ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ജിലേബി കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ടുവന്നതാ, എന്നിട്ട് കഴിക്കാതെ വെച്ചിരിക്കുന്നു. ഇത് കഴിച്ചണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, എങ്ങനെയുണ്ട്? അടിപൊളിയാ സച്ചിയേട്ടാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എങ്കിലേ സച്ചിയുടെ ഒരു കാര്യം ചെയ്യാവോ? ഞാൻ ഈ വിളക്കുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. പൂജാ റൂമിലെ ഒരു താലത്തട്ടുണ്ട്, അതിങ്ങ് എടുത്തിട്ട് വരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ തന്നെ എടുക്കാൻ പോകണോ? എന്തെടുത്താൽ എടുത്തിട്ട് എൻ്റെ സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചി നേരെ പൂജാ റൂമിലേക്ക് കയറി ചെല്ലുക. പൂജാ റൂമിലേക്ക് കയറി ചെന്നാൽ താലത്തട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ളിലൊരു ഏലസ്. ഇതുണ്ടായതാ സച്ചി. ഏലസോ? ഇതെന്താ ഏലസിൽ വെച്ചിരിക്കുന്നത്? ഇനി വല്ല പൂജിച്ച് വെച്ചിരിക്കുകയാണോ? ആരെങ്കിലും കൈ കെട്ടാൻ വേണ്ടി ഇനി അമ്മ പൂജിച്ച് വെച്ചിരിക്കുകയായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ഒരു ഡൗട്ട്. എന്തായാലും ഇതെടുത്തുകൊണ്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആ താലത്തട്ട് എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. രേവതി, ഇത് താലത്തട്ടിലേക്ക് നോക്കി. രേവതി, ഇത് നീയാണോ വെച്ചത്? ഇതൊരു ഏലസ് ആണല്ലോ സച്ചിയേട്ടാ, എനിക്കറിയാൻ പാടില്ല, ഞാനല്ല ഇത് വെച്ചത്. പിന്നെ എന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല. സച്ചിയേട്ടൻ ഇവിടെ കിട്ടി? പൂജാ റൂമിൽ നിന്ന് കിട്ടി. ഞാൻ വിചാരിച്ച് നീ വല്ല ഏജിച്ച് ജപിച്ച് വെച്ചിരിക്കുകയായിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല സച്ചിയേട്ടാ, എനിക്കിത് അറിയാനും കൂടി പാടില്ല. ചിലപ്പേ അമ്മയായിരിക്കും. അത് ശരിയാ നീ പറഞ്ഞത്. അമ്മ ഈ സുധിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയേ ഈ ചരടൊക്കെ ജപിച്ചുകൊണ്ട് വരാറുണ്ട്.
അപ്പം അതായിരിക്കും ഇത് അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ സച്ചിയേട്ടൻ എന്തിനാ എടുത്തുകൊണ്ട് വന്നത്? പോയി പൂജാ റൂമിൽ കൊണ്ട് വെക്ക്. ഞാനെന്തിനാ പൂജാ റൂമിൽ കൊണ്ട് വെക്കുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ല. രേവതി, നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും ഈ ഏലസ് കെട്ടിക്കോ. നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ, നിനക്ക് നല്ല വരുമെന്ന് എനിക്കൊന്ന് ആലോചിക്കണമല്ലോ. എനിക്കൊന്നും വേണ്ട, അത് അമ്മ സച്ചിയേട്ടൻ്റെ ചേട്ടന് വേണ്ടി മേടിച്ച് വെച്ചല്ലേ, പിന്നെ എനിക്കെന്തിനാ എന്ന് ചോദിക്കണം. എന്നാലും കുഴപ്പമില്ല, അവന് മാത്രം അങ്ങനെ നല്ലത് വന്നാൽ മതിയോ? നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചരട് ജപിച്ചു കൊണ്ട് വന്നിട്ടുണ്ടോ അമ്മ? എനിക്കോ നിനക്കോ എന്തെങ്കിലും, അപ്പം നമുക്ക് നല്ലത് വരാൻ പാടില്ല. അതാണ് അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് നീ ഇത് കൈ കെട്ടിക്കോ രേവതി. എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടന് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്തതാണല്ലോ. പിന്നെന്താ ഇപ്പൊ ഒരു വിശ്വസിക്കാനുള്ള കാരണം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അല്ല, അമ്മ ഇങ്ങനെ ഓരോ ചരടുകളും മേലസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. നീ ഒന്ന് കേട്ട്. എനിക്കൊന്നും വേണ്ട, ഒന്ന് പോ സച്ചിയേട്ടാ, എനിക്കിത് വേണ്ടേ വേണ്ട. ഇതെന്തൊരു കഷ്ടമാണ്. ഞാനൊരു ചരട് കിട്ടിത്തരാന്ന് വിചാരിച്ചത്, എനിക്ക് അതിന് സമ്മതിക്കൂല രേവതി. അപ്പോൾ ദേ രവി വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? അതേ പറ്റിയ ആള് വന്നു. അത് പിന്നെ അച്ഛാ, ഈ ചരടേ പൂജാ റൂമിൽ നിന്ന് കിട്ടിയതാ, ജപിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ രേവതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാനായിട്ട് നോക്കി. പക്ഷേ അവളതിന് സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും നല്ല കാര്യം നടക്കാൻ വേണ്ടിയായിരിക്കും ഈ ഏലസും ചരടൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് രേവതിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കാൻ നോക്കിയപ്പോൾ രേവതി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും, എടാ സച്ചി, നിനക്കിതിലൊന്നും വിശ്വാസമില്ലല്ലോടാ, എപ്പോൾ തുടങ്ങി ഈ സംഭവങ്ങളെല്ലാം? ഒന്നുമില്ല അച്ഛാ, അമ്മ എപ്പോഴും ഈ ശ്രുതിക്ക് വേണ്ടി ഓരോ ഏലസുകളും കാര്യങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വരുമല്ലോ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഏലസായിരിക്കും. അച്ഛൻ ഏതായാലും അച്ഛൻ്റെ കൈ കെട്ട്. എൻ്റെ കൈ കെട്ടാനോ? ഞാനെന്തിനാണ് എൻ്റെ കൈ കെട്ടുന്നത്? ഇത് നീ രേവതിയുടെ കയ്യിൽ കെട്ടാൻ ഒഴുങ്ങിയല്ലേ, പിന്നെ എൻ്റെ കൈ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതിന് രേവതി സമ്മതിക്കുന്നില്ലല്ലോ കെട്ടാനായിട്ട്. അതുകൊണ്ട് അച്ഛൻ കെട്ടിക്കാന്നേ. ഒരു കാര്യം ചെയ്ത് നീ കെട്ട്. എനിക്കിതിലും വേറെ വിശ്വാസമൊന്നുമില്ല. അച്ഛന് നല്ലത് നടക്കണമെങ്കിൽ അച്ഛൻ നല്ലത് നടക്കട്ടെ. എടാ, സത്യമാണോ പറഞ്ഞത്? നല്ലത് നടക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും, നല്ലതിന് വേണ്ടിയായിരിക്കും ഈ ജപിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം നല്ലത് തന്നെ നടക്കും അച്ഛാ, അതിൽ യാതൊരു സംശയമില്ല. അച്ഛൻ കെട്ടിയേ എന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ കൊള്ളാടാ, എനിക്കിഷ്ടപ്പെട്ടു, നല്ലത് നടക്കും, നമുക്ക് നോക്കാം. നോക്കാം അച്ഛാ. അങ്ങനെ രവി സന്തോഷത്തോടു കൂടി തന്നെ അങ്ങോട്ട് പോവാണ്. അതേസമയം തന്നെ നമ്മുടെ മീരയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി സംസാരിക്കുക. അപ്പോൾ ശ്രുതി പറയാണ്, ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. ആ തള്ള ഞങ്ങൾ രണ്ടുപേരെയും കൂടി പിരിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു പൂജാരിയുടെ അടുത്ത് പോയി ഈ ചരടെല്ലാം ജപിച്ച് കെട്ടിയിട്ട് ശ്രുതിയുടെ കൈ കെട്ടാൻ കൊണ്ട് പോയിരിക്കുകയാണ്. ശ്രുതിയും ഞാനും തമ്മിൽ വെറുക്കണം, ശ്രുതി എന്നെ വെറുക്കണം, എന്നേക്കുമായി ഒഴിവാക്കണം. ഇതാണ് തള്ളയുടെ മനസ്സിലിരിപ്പ്. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അവരെന്നെ ഞങ്ങളെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല എൻ്റെ മീരെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, അല്ല നിങ്ങൾ രണ്ടുപേരെയും കൂടി പിരിപ്പിക്കാൻ വേണ്ടി പൂജാരിയുടെ അടുത്ത് പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നിനക്കൊരു കാര്യം ചെയ്താൽ എന്താ പ്രശ്നം? നീ അമ്മായിയമ്മയും അതേപോലെ തന്നെ മകനും തമ്മിലുള്ള അടുപ്പം ഇല്ലാതാക്കണം, അവർ തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചരട് കിട്ടോ? ശരിയാ മീര നീ പറഞ്ഞത്, അങ്ങനെ ഒരു ചരട് കിട്ടും. എടീ, ഈ ചരടിലൊക്കെ സത്യമുണ്ടോ? സത്യമുണ്ട്, ഉറപ്പായിട്ട് സത്യമുണ്ട്. ആരെ വേണമെങ്കിലും പിരിപ്പിക്കാനായിട്ട് പറ്റൂടി. ഞാൻ ഏതായാലും നീ പറഞ്ഞതുപോലെ തന്നെ ആ പൂജാരിയുടെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ അങ്ങനെ ഒരു ചരട് കിട്ടിയാലോ? അങ്ങനെ ഒരു ചരട് കിട്ടിയാൽ ഞാൻ ശ്രുതിയുടെ കൈ കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല കാര്യമാണ്. അമ്മയും മകനും പിന്നെ ഒന്നിക്കില്ല, അവർ തമ്മിലെ ശരിക്ക് വെറുക്കും. അതിനുള്ള പരിപാടികളൊക്കെ എനിക്കറിയാം നന്നായിട്ട് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവാണ്. അപ്പം മീരയ്ക്കും സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ്. അപ്പോൾ രവിയാണെങ്കിൽ നേരെ ബെഡ്റൂമിലേക്ക് കയറി വരിക. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് കയറി വരുന്നത്. സച്ചിയുടെ ഒരു കാര്യം, എനിക്ക് ചരടൊക്കെ കെട്ടി തന്നു, ഇനി എനിക്ക് നല്ലത് നടക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കട്ടിലിൽ കുറേ സാരികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. ഇത് കണ്ട ഈ രവിക്ക് ഭയങ്കരമായിട്ടും കലി വീണ, ചന്ദ്രേ എടി ചന്ദ്രേ എന്ന് വിളിച്ചുകൊണ്ട് എന്നൊന്നും ഇല്ലാത്ത ഒരു വർത്തമാനമാണ് അവിടെ രവി കാണിച്ചു കൂട്ടുന്നതും. അപ്പോൾ ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര ഓടി വരിക. എന്താ രവിയേട്ടൻ എന്തിനിങ്ങനെ കാറി കൂകി വിളിക്കുന്നത്? ചന്ദ്രേ, നിനക്ക് ഒരു താരി ബോധം പോലും ഇല്ലേ? നീ എന്തായി കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്? എന്താണ് രവിയേട്ടാ, എന്താ പ്രശ്നം? ഈ ബെഡ് എന്താടി കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്? നിന്റെ സാരിയും ബ്ലൗസുകളല്ലേ ഇഷ്ടം പോലെ കിടക്കുന്നത് ഇവിടെ. ഇതൊക്കെ അടുക്കി പെറുക്കി തേച്ച് മടക്കി ഈ അലമാരിലോട്ട് വെക്കാനായിട്ട് നിനക്ക് അറിയില്ലേ ചന്ദ്രേ? അത് ശരി, ഇപ്പം ഇതാണോ വലിയ പ്രശ്നം?
ഇതിലൊക്കെ എന്തിരിക്കുന്നു രവിയേട്ടാ, രേവതി എന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ കൊച്ചിനെ വിളിക്കുന്നത്, നീ എന്തിനാ കൊച്ചിനെ വിളിക്കുന്നതെന്ന്. അല്ല, രേവതി അത് മടക്കി വെച്ചോളൂ, എന്താ നിനക്ക് കൈ പൊങ്ങിയില്ല അത് മടക്കി വെക്കാനായിട്ട്, നീ രേവതിയെ വിളിക്കണോ, അതിൻ്റെ കാര്യമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദേ നീ മടക്കി ഒതുക്കി വെച്ചോ. അപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി ഓടി വരിക. ഓടി വന്നിട്ട് എന്താ ചോദിച്ചപ്പോഴേക്കും ഇത് കണ്ടോ അവൾ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്, ഈ ബെഡ് മുഴുവനും അലമ്പാക്കിയിട്ടിരിക്കുകയാണ്, ഒന്നുപോലും അടുക്കി പെറുക്കി മടക്കി വെച്ചിട്ടില്ല അവള്, എന്താ അവളെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ രേവതി, നിനക്ക് ഇതൊക്കെ അന്ന് അടുക്കി പെറുക്കി വെക്കാറുന്നില്ല രേവതി, നീ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, നീ എന്താ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാതിരുന്നത്, പെട്ടെന്ന് വയ്ക്കുക. അപ്പോൾ രേവതി അത് മടക്കി വെക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ രേവതിയെ തടയുക. അപ്പോൾ രവി പറയാണ്, നീ എന്തിനാണ് കൊച്ചിനെ വിളിക്കുന്നത്, അവളാണോ, അവളുടെ സാരിയും ബ്ലൗസൊക്കെയാണ് കിടക്കുന്നത്, നിന്റെ സാരിയും ബ്ലൗസും അല്ലേ കിടക്കുന്നത്, അപ്പം നീയല്ലേ അതെടുത്ത് വെക്കേണ്ടത്. ദേ ആര് വെച്ചാൽ എന്താ രവിയേട്ടാ, രവിയേട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടായി കയറുന്നത്, നിന്റെ ഓരോ കാട്ടായങ്ങൾ കാണുമോ, പിന്നെ എങ്ങനെ ചൂടായി കയറാതിരിക്കും. ചന്ദ്രേ, നീ കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടില്ലേ, മര്യാദക്ക് ഇതൊക്കെ എടുത്ത് വെച്ചോ, വെച്ചില്ലെങ്കിലോ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കൈ കൊണ്ട് തല്ലാനോട്ട് വരിക. അപ്പോൾ സച്ചിൻ രേവതിയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്താ പറ്റിയത്, ഇതെന്താ എങ്ങനെ അച്ഛൻ കാണിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ആലോചിച്ചത്. ചന്ദ്രേ, നിന്നെ തല്ലേണ്ട സീൻ നേരത്തെ കഴിഞ്ഞു, അത് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്യാത്തത് എൻ്റെ തെറ്റ്. നീ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചില്ലെങ്കിലേ നീ എപ്പോൾ നോക്കിയാലും രേവതി കൊച്ചിനിട്ട് ഭരിപ്പിക്കുന്നത് കാണാലോ, നിനക്ക് ഓരോ കാര്യങ്ങൾ ചെയ്താൽ എന്താ ചന്ദ്രേ, നിന്നെ ഞാനിന്ന് ശരിയാക്കും ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടും കൊണ്ട് ഭയങ്കര വഴക്ക്. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ രേവതിയും സച്ചിയും കൂടി ചേർന്നിട്ട് എന്തു പറ്റി, എന്താ സംഭവിച്ചെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ കാണിക്കുക. അപ്പം ശ്രുതിയാണെങ്കിൽ ആ പൂജാരിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ആ പൂജാരിയുടെ അടുത്ത് പോയി, ദേ സ്വാമി, എനിക്കൊരു കാര്യം പറയാനുണ്ട് സ്വാമി, അതെ എനിക്ക് എൻ്റെ അമ്മായിയമ്മയെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ പിരിപ്പിക്കണം. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭഗവാനെ, എല്ലാവരെയും വേർപെടുത്തുന്ന കാര്യമായിട്ടാണല്ലോ വരുന്നത്, ഒരാൾ നല്ല കാര്യമായിട്ടും വരുന്നില്ലല്ലോ. ദേ എന്താ ഇപ്പോൾ വേണ്ടത്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ അവരെ തമ്മിൽ പിരിപ്പിക്കാനായിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ല, എൻ്റെ അമ്മായിയമ്മ ഞങ്ങൾ തമ്മിൽ പിരിപ്പിക്കാനും നോക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, എങ്ങനെയെങ്കിലും അവർ തമ്മിൽ പിരിപ്പിക്കണം എൻ്റെ സ്വാമി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ വലിയ മഹാഭാവമല്ലേ, അപ്പം ഞങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാൻ അവരെ പിരിപ്പിക്കാൻ നോക്കുമല്ലേ, അപ്പോൾ അത് മഹാഭാവമാണ്. ശരി ശരി, എങ്കിൽ പിന്നെ ഞാനൊരു പൂജ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചരൽ പൂജ ചെയ്യുക, എന്നിത് പിടിച്ചോ, ഇത് മുട്ടിന് മേളിലുള്ള ഇതിൽ കെട്ടിക്കൊടുത്താൽ മതി, അപ്പോഴേക്കും അമ്മയും മോനും തമ്മിലുള്ള ബന്ധം വേർപെടും. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതുമാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരെയും പിരിപ്പിക്കാൻ വേണ്ടി ചരട് കൊണ്ടുപോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടിയുള്ള ശക്തി വേണമേ. ഓ, അപ്പോൾ അത് നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പൂജാരി വേറൊരു മന്ത്രം കൂടി ജപിച്ചു കൊടുക്കുകയാണ്. ജപിച്ചു കൊടുത്തപ്പോൾ നന്ദിയുണ്ട് സ്വാമിജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് സ്വാമിക്ക് കൊടുത്തിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുക. ശ്രുതി നേരെ ഓടി ചെന്നത് ഭാമയുടെ വീട്ടിലേക്കാ. ആ ആൻറ്റി, ഞാനൊരു കാര്യമായിട്ട് വന്നത്, നീ എന്തിനാ വേണ്ടി ശ്രുതി വന്നത്, നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? ഇല്ലല്ലോ, പ്രശ്നങ്ങളൊന്നും തീർന്നില്ല, ഞാനൊരു ചരടുമായിട്ടാണ് വന്നത്. ആ ചരടേ ശ്രുതിയുടെ കൈ കെട്ടിക്കൊടുക്കണം, അങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാലേ ഈ ചന്ദ്ര ആൻറ്റിയും ശ്രുതിയും തമ്മിൽ ഭയങ്കര ശത്രുക്കളാവും, അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാലോ ശ്രുതി എൻ്റെ അരികിലേക്ക് തന്നെ വരും, അപ്പോൾ ഇത് ഭാമ ആൻറ്റി തന്നെ ചെയ്യണമെന്ന് പറയണം. അയ്യേ, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ശ്രുതിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കാനോ, അതൊക്കെ മോശക്കേടാ. അയ്യോ, അതിന് ആൻറ്റി എന്തിനാ ശ്രുതിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുന്നത്, ആൻറ്റി കെട്ടിക്കൊടുക്കണ്ട, ആൻറ്റി ഇത് കൊണ്ട് ചന്ദ്രാൻറ്റിയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി, എന്നിട്ട് ഇത് ഭാഗ്യം വരും, ശ്രുതിക്ക് നല്ല കാലം വരും, പിന്നീട് ശ്രുതി ഭാര്യയായിട്ട് ഒട്ടും അടുക്കില്ല, ശ്രുതിക്ക് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പറ്റും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നെ ഒന്നും നോക്കില്ല, ചന്ദ്രാൻറ്റി ആ ഒരു ചരട് ശ്രുതിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കും, പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും, ശ്രുതി ദേ എൻ്റെ അരിയിലേക്ക് തന്നെ വരും, സ്വന്തം അമ്മയെ വെറുക്കുകയും ചെയ്യും. ശ്രുതി, ഇത് വലിയൊരു കൊടും ചതിയല്ലേ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദേ ആൻറ്റി ചെയ്യില്ലേ? ഇല്ല, ഞാൻ ചെയ്യില്ല. എങ്കിലേ നോക്കേ, കെട്ടി തൂങ്ങും ഞാനിവിടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാമ പേടിച്ചു പോവുകയാണ്. ശരി, ഞാൻ ചെയ്യാം, നീ പൊയ്ക്കോ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. നല്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പോവാ. ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്കും ഭാമയ്ക്ക് പേടി തോന്നുകയാണ്. എൻ്റെ പൊന്ന് ചന്ദ്രേ, നീ എന്നോട് ക്ഷമിക്കണം, ഇതല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിൽ കാണുന്നില്ല ചന്ദ്രേ എന്നും പേടിക്കാം. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.